ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായിട്ടുള്ള സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി സാർ അദ്ദേഹം ധാരാളം സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ സുരേഷ് ഗോപി സാറിൽ ഉപേക്ഷിക്കപ്പെട്ട ചില സിനിമകൾ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോസ് അധികം എനിക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. വളരെ കുറച്ച് മൂവീസ്, അതായത് 4-5 മൂവീസിന്റെ ലിസ്റ്റ് മാത്രമേ എൻ്റെ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ മൂവി ജന്മം. 2002 സുരേഷ് ഏട്ടനെ നായകനാക്കി ജോഷി സാർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരുന്നൊരു മൂവിയായിരുന്നു ജന്മം എന്ന് പറയുന്നത്. ഇതില് ദേവരായൻ എന്നൊരു കഥാപാത്രമായിട്ടാണ് സുരേഷ് ഗോപി എത്തുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് വന്ന വാർത്തകൾ എന്ന് പറയുന്നത്. SN സ്വാമി ആയിരുന്നു ഇതിന്റെ സ്റ്റോറി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കാലോ, ഇവരുടെയൊക്കെ കോംബോ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു മൂവി ആവേണ്ട ഒരു ചിത്രം തന്നെ ആയിരിക്കാം അത്. സുരേഷ് ഗോപി സാറിനെ കൂടാതെ സമൃദ്ധ സുനില്, ഗോപിക, കാർത്തിക തുടങ്ങിയവരൊക്കെ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിരുന്നു. എന്നാൽ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിത്രം നടക്കാതെ പോവുകയായിരുന്നു. ചിത്രത്തിന്റെ പോസ്റ്ററൊക്കെ ആ സമയത്ത് അന്ന് റിലീസായിരുന്നു. എന്നാൽ പിന്നീട് ചിത്രം നടക്കാതെ പോയി. ദേവരായൻ എന്നു പേരുള്ളൊരു അനാഥ ബാലനും ആ ബാലൻ പിന്നീട് വളർന്നു വലുതാകുമ്പോൾ ആ നാട്ടിലെ ഒരു നാട് വാഴി എന്നുള്ള സെറ്റപ്പിലേക്കൊക്കെ മാറുന്ന ഒരു കഥയായിട്ടാണ് അന്നത് കേട്ടിരുന്നത്. എന്തൊക്കെയായാലും സിനിമ നടന്നില്ല. അടുത്ത മൂവി ജമീന്ദാർ. 2001 കാലഘട്ടത്തിൽ പുറത്തിറങ്ങാനിരുന്ന മറ്റൊരു സുരേഷ് ഗോപി ചിത്രമായിരുന്നു ജമീന്ദാർ എന്ന് പറയുന്നത്. KK ഹരിദാസൻ ആയിരുന്നു ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇതും പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോവുകയായിരുന്നു. ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള ഒരു മൂവി കൂടിയായിരുന്നു ഇത്. ഇതിൽ അജയ് തരകൻ എന്നായിരുന്നു സുരേഷ് ഗോപി അഭിനയിക്കാനിരുന്ന കഥാപാത്രത്തിന്റെ പേര്. മൂന്നാമത്തെ ചിത്രം ദ സ്റ്റേറ്റ്. സരിത സോളാർ വിവാദങ്ങളൊക്കെ കേരളത്തിൽ കത്തി നിന്നിരുന്ന സമയത്ത് ഷാജി കൈലാസ് ഇതേ കോൺസെപ്റ്റ് എടുത്തുകൊണ്ട് ഒരു ചിത്രം തുടങ്ങാൻ പ്ലാൻ ചെയ്യുകയും സുരേഷ് ഗോപിയെ പ്രധാന കഥാപാത്രമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ റിയൽ ലൈഫിലെ സരിതയെ തന്നെ ഇതിലെ അതേ പ്രശ്നത്തിന്, അതേ കാരണത്തിന്, അതേ കഥാപാത്രമായി വിളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പുറത്തിറങ്ങാനിരുന്നൊരു ചിത്രമായിരുന്നു ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ അവസ്ഥകൾ കുറച്ചുകൂടി മോശമാവും എന്നുള്ള കാരണത്താലായിരിക്കാം അദ്ദേഹം പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. എന്നാലും ജനങ്ങൾക്കിടയിലൊക്കെ വലിയൊരു സംസാരം ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും അത് പിന്നീട് നടക്കാതെ പോവുകയായിരുന്നു. അടുത്ത സിനിമ പാമരം. 1993 സുരേഷ് ഗോപി സാറിനെ നായകനാക്കി സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്തൊരു മൂവിയായിരുന്നു പാമരം എന്ന് പറയുന്നത്. ഇതിലെ കുറച്ചു ഭാഗം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. ഇതിന്റെ ഗാനങ്ങളൊക്കെ പുറത്തിറങ്ങിയിരുന്നു. ഇന്നും ഗാനങ്ങൾ യൂട്യൂബിലൊക്കെ പോയാൽ കാണാൻ പറ്റും. എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. സുരേഷ് ഗോപി സാറിന്റെ കൂടെ ശോഭനയും പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരുന്നു. അടുത്ത സിനിമ മാളൂട്ടി സാബു. സുരേഷ് ഗോപി സാർ ഡബിൾ റോളിൽ എത്താനിരുന്നൊരു സിനിമയായിരുന്നു മാളൂട്ടി സാബു എന്ന് പറയുന്നത്. ഇതും ആളുകൾക്ക് ധാരാളം പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു സിനിമ കൂടിയായിരുന്നു. എന്നാൽ പിന്നീട് ഇതും നടക്കാതെ പോവുകയായിരുന്നു. ബാബു ജനാർദ്ദനനാണ് ഈ സിനിമയുടെ സ്റ്റോറി വന്നിരുന്നത്. ഇതിൽ ഡബിൾ റോളിലായിട്ട് ഒന്നിൽ ഒരു ഹെയർ ഒന്നും ഇല്ലാതെ മൊട്ടയടിച്ച രീതിയിലും അതുപോലെ ഒരു മുടിയുള്ള രീതിയിലുമായിട്ട് 2 ചിത്രങ്ങളായിരുന്നു ഇതിന്റെ പോസ്റ്ററായിട്ട് ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി സാർ ഒരു ഡബിൾ റോളിൽ എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ജനങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമ കൂടിയാണ്. എന്നാൽ പിന്നീട് സിനിമ നടക്കാതെ പോവുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സുരേഷ് ഗോപി സാറിന്റെ പേരിൽ അനൗൺസ് ചെയ്യപ്പെട്ട് പിന്നീട് നടക്കാതെ പോയ ചില ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ധാരാളം സിനിമകൾ ഉണ്ടായിരിക്കാം. എനിക്ക് ഇത്ര ഡീറ്റെയിൽസേ കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സുരേഷ് ഗോപി സാറിന്റെ ഉപേക്ഷിക്കപ്പെട്ട സിനിമകളെ കുറിച്ച് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളിതുപോലെ മറ്റ് ചില നടന്മാരുടെ കൂടി ഉപേക്ഷിക്കപ്പെട്ട ചിത്രങ്ങളെ കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.